നോക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ചീസും ക്രീമും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആദ്യം ഒരു പാനിലോട്ട് 1 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി അത് അടുപ്പിലേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറുകി വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഈ സേമിയയാണ് ഞാനിവിടെ കുനാഫ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിലോട്ട് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും 50 ഗ്രാം ബട്ടർ ഉരുക്കിയതും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു പാത്രത്തിലാണ് ഇതിവിടെ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ആദ്യം നമ്മളുടെ സേമിയ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേലിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ പാലും കോൺഫ്ലവർ മിക്സും ചേർത്തിട്ട് അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മൾ സേമിയ വെച്ച് കൊടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഓവനില്ലാതെ ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒരു 2-3 ഏലക്കായും ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷുഗർ സിറപ്പ് ഒരു ഒട്ടുന്ന പരുവമായി കിട്ടിയാലേ റെഡിയായി. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നത്. ഇനി മേൽഭാഗം റെഡിയാവാനേ ഒരു പാനിലോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ മിനി കുനാഫ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.